എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഡേ 1 മുതൽക്ക് ഡേ 14 വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു അല്ലേ. ഇന്ന് ഡേ 15 ആണ് നമ്മുടെ ആക്ടിവിറ്റി. മാജിക്കൽ ചലഞ്ച് എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ ദിവസവും ഞാൻ അടുത്ത പുതിയ ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ ഡേ 15ലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാജിക്കലി ഹീൽ യുവർ റിലേഷൻഷിപ്സ്. നമ്മുടെ റിലേഷൻഷിപ്പ്, നമുക്ക് ഓരോരുത്തരോടുമുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ ഹീൽ ചെയ്യാം. ഇപ്പൊ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉള്ളവരുണ്ടാവും അല്ലേ. എല്ലാവരും എല്ലാ റിലേഷൻഷിപ്പിലും പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പം ഓരോ റിലേഷൻഷിപ്പിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എല്ലാ റിലേഷൻഷിപ്പും നമ്മളിങ്ങനെ എന്താ പറയാ, നമ്മളെപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും അവരുടെ കുറ്റവും കുറവുകളും പറഞ്ഞും നെഗറ്റീവ് സംസാരിച്ചും എന്താ പറയാനാ നമ്മൾ നടക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾക്കുള്ള തടസ്സമാണത്. നമ്മൾ ഒരിക്കലും ഒരാളെയും കുറ്റം പറയാതിരിക്കുക, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞു നടക്കാതിരിക്കുക. നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മുടെ എയിമും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ. നമുക്ക് എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ നമ്മൾ അത് ഹീൽ ചെയ്യാൻ നോക്കണം. എങ്ങനെയാ നമ്മൾ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുന്നത്? ചിലർക്ക് അച്ഛനമ്മമാരോട് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും, ഭാര്യ ഭർത്താവിനോടുള്ള റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടാകും, ഭർത്താവിന് ഭാര്യയോടുള്ള റിലേഷൻഷിപ്പ്, അപ്പന് മക്കളോടുള്ളത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് മക്കളോടുള്ളത്, അല്ലെങ്കിൽ മക്കൾക്ക് അച്ഛനമ്മമാരോടുള്ളത്, അങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, കൊളീഗ്സ്, ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പേര് അല്ലേ, നമുക്ക് മാനസികമായി നമ്മളെ വേദനിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും, വേദനിപ്പിച്ചിട്ട് പോയവരുണ്ടാവും, ചിലപ്പോ അവര് ജീവിച്ചിരിപ്പുണ്ടാവില്ല. എങ്കിൽ പോലും നമ്മൾക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതൊക്കെ അങ്ങോട്ട് വിട്ടുകളയും അല്ലേ. ചില മൈൻഡിൽ നെഗറ്റീവ് തോട്ടൊക്കെ ഉള്ളവർക്ക് അത് വിടാൻ പറ്റത്തില്ല. അവരിങ്ങനെ പിന്നെയും ഒരു കൊളീഗ് നമ്മളെ ഒന്ന് ചീറ്റ് ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ചീറ്റ് ചെയ്തിട്ട് പോയി. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ മൈൻഡിൽ വെച്ചുകൊണ്ട് നടക്കുന്നിടത്തോളം കാലം നമ്മളിലേക്ക് വരുന്ന ലക്ഷ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ ഒരു തടസ്സമാണ്. അതവിടെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ക്ലിയർ ആക്കാതിരുന്നാല് നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. അതെല്ലാം കൂടി ഇങ്ങനെ മൈൻഡിൽ വെച്ച് ആ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ മൈൻഡിൽ ഫോം ചെയ്താലുണ്ടല്ലോ, അത് ഭയങ്കര പ്രശ്നമാണ്. അതൊരിക്കലും നമുക്ക് ജീവിതത്തിൽ ഒരു നേട്ടവും ഒരു സമാധാനവും സന്തോഷവും ഒന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ റിലേഷൻഷിപ്പ് നമ്മൾ എപ്പോഴും കെയർ ചെയ്യേണ്ടുന്ന കാര്യമാണ്. നമ്മൾ വെറുതെ വിട്ടുകളയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റിയിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ജീവിതത്തില് നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളവര്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രോക്ക് ആയവര്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എങ്കിൽ അതില് ഒരു 3 പേരെങ്കിലും നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ആരെങ്കിലും നമ്മുടെ മനസ്സ് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരോടെങ്കിലും ഒക്കെ വിരോധം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ മാജിക്കൽ പ്രാക്ടീസ് നമ്മൾ ചെയ്യണം. എപ്പോഴും നമ്മുടെ ഇമോഷണൽ പെയിൻ എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഹാപ്പിനെസ്സിന് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇമോഷണൽ പെയിന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇമോഷണൽ പെയിൻ ഉണ്ടെങ്കിൽ അത് ഹാപ്പിനെസ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഇമോഷണൽ പെയിൻ കൺവേർട്ട് ടു ഹാപ്പിനെസ്. അപ്പോഴാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ കഴിയുന്നത്. നമ്മളിലേക്ക് പടച്ചറബ് കൂടുതൽ അനുഗ്രഹങ്ങൾ തരുന്നത് എപ്പോഴും നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കുമ്പോഴാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരോട് ക്ഷമിച്ചു കൊടുക്കുക. നമ്മൾ താഴുന്നില്ല അവിടെ. നമ്മൾ ഒരാളിനോട് ഒരു ക്ഷമിച്ചു കൊടുത്താല് നമ്മൾ അവിടെ താഴുകയല്ല ചെയ്യുന്നത്. പകരം നമ്മൾ അതിൽ നിന്നും ഒരു 100 ഇരട്ടി നമ്മൾ മുന്നിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ഒരിക്കലും പുറംതിരിഞ്ഞ് നിൽക്കാറില്ല. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചിലരൊക്കെ എൻ്റെ കൊളീഗ്സ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനാണെങ്കിൽ ജന്മം അവരോട് മിണ്ടത്തില്ല. പക്ഷെ എൻ്റെ മനസ്സ് അങ്ങനെയല്ല. ഞാൻ പിന്നെയും അങ്ങോട്ട് ചെന്ന് അവരോട് മിണ്ടാൻ വേണ്ടി ശ്രമിക്കും. കാരണം ആ ഒരു ഭാരം നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എന്നെ കൊണ്ട് പറ്റില്ല ആരോടും പിണങ്ങിയിരിക്കാനും ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കത് മുന്നേ ഉള്ള ക്യാരക്ടറാണ്. എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ഞാൻ അപ്പൊ തന്നെ അതങ്ങോട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള സ്വഭാവമാണ് കേട്ടോ എനിക്കത്. ആരോടും പിണങ്ങിയിരിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും എന്നെ കൊണ്ട് കഴിയത്തില്ല. ഇപ്പൊ ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞ് ലൈഫ് കോച്ചിങ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോ അറിയാം അതിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു സീരിയസ്നെസ് എന്താണ്.
അത് നമ്മളെ എത്രത്തോളം നമ്മുടെ ബ്ലെസ്സിങ്സിനെയൊക്കെ എടുത്തു കളയും എന്നുള്ള കാര്യം എനിക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓരോന്നും നിങ്ങളോട് ഈ എടുത്തെടുത്ത് പറഞ്ഞു തരുന്നത്. കാരണം എല്ലാവരും ജീവിതത്തിൽ എല്ലാവർക്കും ഉയർച്ച ഉണ്ടാവണം, എല്ലാവരും നല്ല ഹാപ്പിനെസ്സിൽ ഇരിക്കണം, അപ്പോഴല്ലേ നമുക്കും ഒരു സന്തോഷം ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് മൈൻഡിൽ വലിയൊരു തീരാ ദുഃഖമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക. ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ആ വ്യക്തി നമുക്ക് ചെയ്തു തന്ന 10 നല്ല കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. എഴുതി വെച്ചുകൊണ്ട് അവരോട് നന്ദി പറയുക. മനസ്സിലായോ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്? നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മളെ ഹർട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഏത് റിലേഷനാണോ നമുക്ക് ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന റിലേഷൻഷിപ്പ്, ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവന്ന് അവരെന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കില്ല, ചെയ്തിട്ടുണ്ടാവും. ആ വ്യക്തി ചെയ്തു തന്ന 10 നല്ല കാര്യങ്ങളെ നമ്മൾ എടുത്തു പറഞ്ഞുകൊണ്ട് നന്ദി പറയുക. അതാണ് നമ്മുടെ ഡേ 15ന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ഡേ 1 മുതൽക്ക് ഡേ 15 വരെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് എന്നോട് തീർച്ചയായിട്ടും പറയുക, ഷെയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൊളീഗ്സിനോടും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും ക്ലാസ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രാക്ടീസുകൾ എല്ലാം മുടങ്ങാതെ ചെയ്യുക കേട്ടോ. ഈ ഓരോ ദിവസവും ഞാൻ വന്ന് പറയുന്നത് നിങ്ങൾ മുടങ്ങാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മുടങ്ങാതെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമ്മൾ ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ഡേ 2 തൊട്ട് തുടങ്ങിയാൽ മതി. നിങ്ങൾ ഒന്നിനും തുടങ്ങണമെന്നില്ല. നിങ്ങളൊരു 10 ദിവസം നിങ്ങൾ ആക്ടിവിറ്റി ചെയ്തു, അവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. നിങ്ങൾ 11ാമത്തെ ദിവസം തൊട്ട് തുടങ്ങിയാൽ മതി. നിങ്ങൾ ഒന്നിന്ന് പോയി ചെയ്യേണ്ട. പക്ഷെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾ ചെയ്തൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നത് എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്നുള്ളത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി മാജിക്കലി നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരും. അത് 100% ഉറപ്പാണ്. അപ്പൊ എല്ലാവരും ആക്ടിവിറ്റി ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നാളെ ഡേ 16ന്റെ ആക്ടിവിറ്റിയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ. അതുപോലെ വീഡിയോ ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവരുടെ ജീവിതത്തിലും ഹാപ്പിനെസ്സും സന്തോഷവും സമാധാനവും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നാളെ ഡേ 16ന്റെ ആക്ടിവിറ്റിയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.